എല്ലാവർക്കും നമസ്കാരം. ഡബിൾ മല്ലു വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. റീസെന്റ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഒരു അട്ടപ്പാടിയുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾ ചോദിച്ച ഒരു ഡൗട്ടിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ക്ലാരിഫിക്കേഷൻ തരാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാഴക്കുളത്ത് അട്ടപ്പാടി പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ, അട്ടപ്പാടി സഖ്യന്റെ ധ്യാന കേന്ദ്രത്തിന്റെ ഒരു കേന്ദ്രം തുടങ്ങിയിട്ടുണ്ടല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിനെക്കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. അട്ടപ്പാടിയുടെ പുതിയൊരു സഹ്യോൻ റിട്രീറ്റ് സെന്റർ അല്ലെങ്കിൽ ഒരു കേന്ദ്രം നമ്മുടെ വാഴക്കുളത്ത് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കുകയും സിസ്റ്റർമാരെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അട്ടപ്പാടിയുടെ സഹ്യോന്റെ തന്നെ ഒരു സെന്ററാണ് നമ്മുടെ വാഴക്കുളം, മൂവാറ്റുപുഴ വാഴക്കുളം. മൂവാറ്റുപുഴയിൽ നിന്ന് തൊടുപുഴയ്ക്ക് പോകുന്ന റൂട്ട് വാഴക്കുളത്ത് തിരിഞ്ഞാണ് വരുന്നത്. കല്ലൂർക്കാട് പോരുന്ന വഴിക്കാണ് നമ്മുടെ ഈ ഒരു സഹ്യോന്റെ ഒരു സെന്റർ തുടങ്ങിയിരിക്കുന്നത്. വളരെ അട്ടപ്പാടിയുടെ ഈ ഒരു സെന്റർ വാഴക്കുളം സിറ്റിയോട് വളരെ ചേർന്ന് തന്നെ, ഏകദേശം ഒരു 10-15 മിനിറ്റ് വാഴക്കുളം സിറ്റി നിങ്ങൾ പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലൂർക്കാട് പോകുന്ന വഴിക്കാണ് നമ്മുടെ സഹ്യോന്റെ പുതിയ സെന്റർ തുടങ്ങിയിരിക്കുന്നത്. അവിടെ ഒരു ചെറിയ ഒരു ധ്യാന കേന്ദ്രം പോലുള്ള ഒരു സ്ഥലവും അല്ലെങ്കിൽ ഒരു അൾത്താരിയും ഒക്കെ ഉള്ള ഒരു ഏരിയയും, അതുപോലെ തന്നെ നമ്മുടെ അട്ടപ്പാടിയിലുള്ളതുപോലെ തന്നെ നമുക്ക് കൗൺസിലിംഗ് സെന്റർ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾക്ക് കാണാൻ പറ്റും. പൂന്തോട്ടമൊക്കെ ആയിട്ട് ഒരു വയലിന്റെ അടുത്ത് തന്നെയായിട്ടാണ് നമുക്കിത് സ്ഥിതി ചെയ്യുന്നത്. ഒരു സിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട്. അവിടെ സെന്റർ കാര്യങ്ങളെല്ലാം ഉണ്ട്. നിത്യേന അവിടെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്, ആരാധനകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡെയിലി നമ്മൾ പ്രാർത്ഥിക്കുന്നവരുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് അട്ടപ്പാടി സഖ്യം ധ്യാന കേന്ദ്രത്തിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വാഴക്കുളത്ത് വന്നിട്ട് നമുക്ക് ഈ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആ സെന്ററിൽ തന്നെ നമുക്കൊരു ചെറിയ ഗ്രോട്ടോയും, മാതാവിന്റെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ഗ്രോട്ടോയും, അതുപോലെ തന്നെ പ്രാർത്ഥനാ സൗകര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഉണ്ട്. ഒരു ചെറിയ അൾത്താരയും, അതുപോലെ എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ട്. അവിടെ തന്നെ സിസ്റ്റർമാര് പ്രാർത്ഥിക്കുകയും പാട്ടുപാടുകയും മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം തുടക്കമാണ് ആക്ച്വലി. ഒത്തിരി നാളൊന്നും ആയില്ല തുടങ്ങിയിട്ട്. അപ്പൊ തുടക്കം തന്നെയാണ്. അവിടുത്തെ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് മൂവാറ്റുപുഴ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് വാഴക്കുളത്ത് വന്ന് ഇറങ്ങിയിട്ട് വാഴക്കുളം സ്റ്റാൻഡിൽ നിന്ന് കല്ലൂർക്കാട് പോകുന്ന ബസ്സുകൾ അവൈലബിൾ ആണ്. അപ്പം ഏതെങ്കിലും ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സഹ്യോന്റെ ഫ്രണ്ടിൽ നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും. അതിന്റെ ഫ്രണ്ടിൽ തന്നെ അടുത്ത് തന്നെയായിട്ട് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇനിയിപ്പോ വണ്ടിക്ക് വരുന്നവരാണെന്നുണ്ടെങ്കിൽ മൂവാറ്റുപുഴ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടെങ്കിൽ വാഴക്കുളം തിരിഞ്ഞ് വാഴക്കുളത്ത് നിന്ന് കല്ലൂർക്കാട് കവലയിൽ വെച്ച് തിരിഞ്ഞിട്ട് വരണം. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഡ്രൈവ് ചെയ്യാനുള്ള ദൂരമേ ഉള്ളൂ വന്നെത്താൻ വേണ്ടിയിട്ട്. അപ്പൊ മൂവാറ്റുപുഴ തൊടുപുഴ ഭാഗങ്ങളിലുള്ളവരെന്നുണ്ടെങ്കിൽ ആ ഒരു പരിസരത്തുള്ളവർക്കൊക്കെ അട്ടപ്പാടിക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ, ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകുന്നവർക്ക് ഇത്രയും ദൂരം ആയതുകൊണ്ട് പോകാനൊക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ കാണും. അങ്ങനെയുള്ളവർക്ക് ഈ വാഴക്കുളം അട്ടപ്പാടി അല്ലെങ്കിൽ വാഴക്കുളം നമ്മുടെ സഖ്യോൻ സെന്ററിൽ പോയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും വന്നെത്താൻ പറ്റിയ ഒരു ലൊക്കേഷനാണ്. വളരെ എന്താ പറയാ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനിലാണ് ഈ ഒരു സഖ്യോന്റെ സെന്റർ ഇരിക്കുന്നത്. നിങ്ങൾക്ക് സൗകര്യമുള്ളവരൊക്കെ പോയിട്ട് എന്താ പറയാ പ്രാർത്ഥിക്കുക. ഏറ്റവും സമാധാനമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. ഞാൻ അങ്ങോട്ട് പോയതിന് മുന്നേ ആയിട്ട് അവിടെ പോയി പ്രാർത്ഥിച്ച സിസ്റ്റർമാരെ കാണുകയും അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 20 തവണ ഞാൻ അട്ടപ്പാടിയിൽ അല്ലെങ്കിൽ അട്ടപ്പാടി തന്നെയുള്ള സെന്ററിൽ പോയിട്ട്, സെക്കൻഡ് സെന്ററിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയും കുരിശുമറയിൽ പോയി പ്രാർത്ഥിക്കുകയും, അല്ലെന്നുണ്ടെങ്കിൽ കുരുക്കഴിക്കുന്ന മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ടാണെങ്കിൽ ജോലിയൊക്കെ കിട്ടുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അത് വലിയൊരു വിശ്വാസം തന്നെയാണ്. അപ്പം ചോദിച്ച ഡൗട്ടിനെ കുറിച്ചുള്ള ക്ലാരിറ്റി എല്ലാവർക്കും കിട്ടി വിചാരിക്കുകയാണ്. അട്ടപ്പാടിയിൽ പോകാൻ സൗകര്യമുള്ളവരൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ.